ഹായ് എവരിവൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് MSME സെക്ടറിനെ കുറിച്ച് അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി സെക്ടറിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. എന്താണ് MSME അല്ലെങ്കിൽ അതിൻ്റെ ഫുൾ എന്താണ്? മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസ്, അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്ന് പറയും. ഇതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് യൂണിറ്റ്സ്, അതേപോലെ തന്നെ MSMEയുടെ റോള് നമ്മളെ എക്കണോമിക്സിൽ, നമ്മളെ എക്കണോമിക് കണ്ടീഷൻസിൽ MSMEയുടെ റോൾ എന്താണ്, MSME ഉള്ള പ്രോബ്ലംസ് എന്താണ്, ആ പ്രോബ്ലംസിനെയൊക്കെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ MSME സെക്ടേഴ്സ്, മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസ് സെക്ടർ, അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ് എടുത്തിട്ടുള്ള മെഷേഴ്സ് എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഫസ്റ്റ് MSME എന്താണ് എന്ന് പഠിക്കാം. മൈക്രോ എൻ്റർപ്രൈസസ്, ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസ്. എന്താണ് മൈക്രോ എൻ്റർപ്രൈസസ്? It is the unit where the annual turnover does not exceed 5 crore. ആനുവൽ ടേൺ ഓവർ 5 കോടിയിൽ കൂടാത്ത അതിന് താഴെയുള്ള കമ്പനികളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന് താഴെയുള്ള കമ്പനീസിനെയാണ്, ബിസിനസ് യൂണിറ്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മൈക്രോ എൻ്റർപ്രൈസസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് സ്മോൾ എൻ്റർപ്രൈസസ് നോക്കാം. ഇറ്റ് ഈസ് ദ യൂണിറ്റ് വേർ ദ ആനുവൽ ടേൺ ഓവർ ഈസ് ബിറ്റ്വീൻ 5 crore ആൻഡ് 75 crore. സ്മോൾ എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 കോടിക്കും 75 കോടിക്കും ഇടയിലുള്ള ആനുവൽ ടേൺ ഓവർ ഉള്ള ഒരു കമ്പനിയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബിസിനസ് യൂണിറ്റിനെയാണ് നമ്മൾ സ്മോൾ എൻ്റർപ്രൈസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ മൈക്രോ പറഞ്ഞു. മൈക്രോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 5 കോടിക്ക് താഴെയുള്ള 5 കോടിക്ക് താഴെ ആനുവൽ ടേൺ ഓവറുള്ള ബിസിനസ് യൂണിറ്റിനെ അല്ലെങ്കിൽ കമ്പനിയാണ് നമ്മൾ മൈക്രോ എൻ്റർപ്രൈസസ് എന്ന് പറയുന്നത്. ഇനി സ്മോൾ എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 കോടി മുതൽ 75 കോടി വരെ ബിറ്റ്വീൻ ദിസ് അതിനെയാണ് ആനുവൽ ടേൺ ഓവറുള്ള കമ്പനിയെയാണ്, അല്ലെങ്കിൽ ആ എൻ്റർപ്രൈസസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്മോൾ എൻ്റർപ്രൈസസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് മീഡിയം എൻ്റർപ്രൈസസ്? ഇറ്റ് ഈസ് ദ യൂണിറ്റ് വേർ ദ ആനുവൽ ടേൺ ഓവർ ഈസ് മോർ ദാൻ 75 crore ബട്ട് ഡസ് നോട്ട് എക്സീഡ് ടു 50 crore. 75 കോടിക്ക് മുകളിലും 250 കോടിക്ക് താഴെയും ആനുവൽ ടേൺ ഓവറുള്ള കമ്പനി അല്ലെങ്കിൽ ബിസിനസ് എൻ്റർപ്രൈസസിനെ, ബിസിനസ് യൂണിറ്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മീഡിയം എൻ്റർപ്രൈസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് MSME എന്ന് പറയുന്നത്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. നമ്മൾ 3 പഠിച്ചത് അല്ലേ. നെക്സ്റ്റ് നമ്മൾക്ക് പഠിക്കാനുള്ളത് എന്താണ് ആൻസിലറി യൂണിറ്റ്സ്. These units provide input to other industries. It encouraging manufacturing or production of parts, components, intermediaries, etc. It may fall either under micro or small or medium enterprises. ആൻസിലറി യൂണിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വേറൊരു ഇൻഡസ്ട്രിക്ക് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻപുട്സാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ വലിയൊരു പ്രൊഡക്ഷന് വേണ്ടിയിട്ട് വലിയ എന്തെങ്കിലും പ്രൊഡക്റ്റ്, അതിന് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ്, അതല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പാർട്സ് നിർമ്മിക്കുന്ന കമ്പനികളെയാണ് നമ്മൾ ആൻസിലറി യൂണിറ്റ്സ് എന്ന് പറയുന്നത്. Ancillary industrial unit needs to supply at least 50% of its product to other industries. ആൻസിലറി ഇൻഡസ്ട്രിയൽ യൂണിറ്റ് അതിൻ്റെ 50% ഓഫ് പ്രോഡക്ട്സും അതർ യൂണിറ്റ്സ്
അവരുടെ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഇവർ വിൽക്കുന്നത്. ഇറ്റ് മേ ഫോൾ ഐദർ അണ്ടർ മൈക്രോ ഓർ സ്മോൾ ഓർ മീഡിയം എൻ്റർപ്രൈസസ്. ഈ ആൻസിലറി യൂണിറ്റ്സ് എന്ന് പറയുന്നത് മൈക്രോയിലോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസിലും വരാം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്സ്. നെക്സ്റ്റ് ഈസ് എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്. എന്താണ് എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്? എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്സ് ആർ ദോസ് MSME units which export at least 30% of its annual production by the end of third year commencement of production. Export oriented units ഇവരെ ഒരു ഇയറിൻ്റെ ആനുവൽ പ്രൊഡക്ഷൻ്റെ 30% എക്സ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ബൈ എൻഡ് ഓഫ് ദ തേർഡ് ഇയർ ഓഫ് ദ കമൻസ്മെൻറ്റ് ഓഫ് പ്രൊഡക്ഷൻ, മൂന്നാമത്തെ വർഷം, മനസ്സിലായോ? മൂന്നാമത്തെ വർഷം അവസാനിക്കുന്നതോടുകൂടി അതിൻ്റെ 30% ഓഫ് ടോട്ടൽ പ്രൊഡക്ഷനും എക്സ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ദേ മേ ഫോൾ ഐദർ അണ്ടർ മൈക്രോ ഓർ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസ്. ഇതും നമ്മൾ മൂന്ന് യൂണിറ്റ്സ് പറഞ്ഞു, മൈക്രോ, സ്മോൾ, മീഡിയം എൻ്റർപ്രൈസസ്. അപ്പോൾ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്സ് ഈ മൂന്ന് സെക്ടറിലും വരാമെന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾക്ക് പഠിക്കാനുള്ളത് വാട്ട് വാസ് ദ റോൾ ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഇൻ കേരള എക്കോണമി എന്നുള്ളതിനെ കുറിച്ചാണ്. കേരള എക്കോണമിയിൽ എന്തൊക്കെയാണ് അതിൻ്റെ? ഫസ്റ്റ് വൺ ഈസ് ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ്. മൈക്രോ ആൻഡ് സ്മോൾ ഇൻഡസ്ട്രീസ് or enterprises are located in villages, backward areas and small town. This leads to balanced regional growth of industries. Benefits of industrialization can reach villages, backward areas are stated in such places. അതായത് MSME സെക്ടർ ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റിനുമായിട്ടുള്ള കാരണങ്ങളാകും. നമ്മൾക്കറിയാം മൈക്രോ ആൻഡ് സ്മോൾ എൻ്റർപ്രൈസസ് മോസ്റ്റ്ലി ലൊക്കേറ്റഡ് നമ്മളുടെ വില്ലേജിലായിരിക്കാം. അതേപോലെ തന്നെ ടൗണുകളുടെയൊക്കെ ചെറിയ ചെറിയ ടൗണുകളുടെയൊക്കെ ബാക്ക്വേർഡ് ഏരിയാസിലായിരിക്കാം കൂടുതലായിട്ടും മൈക്രോ ആൻഡ് സ്മോൾ എൻ്റർപ്രൈസസ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ദിസ് ലീഡ്സ് ടു ഈ ഒരു കാരണം ദിസ് ലീഡ്സ് ടു ബാലൻസ്ഡ് റീജിയണൽ ഗ്രോത്ത് ഓഫ് ഇൻഡസ്ട്രീസ്. അതായത് ഇൻഡസ്ട്രീൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ലൊക്കാലിറ്റിയുടെയും വളർച്ചയ്ക്ക് കാരണമാവുന്നതാണ്. ഓക്കെ, in this way small scale industries help to avoid the concentration of industries in urban areas and big cities. Next is industrialization of rural and backward areas. MSME sector plays a vital role in the industrialization of rural and backward areas of Kerala. നമ്മൾക്കറിയാം നമ്മുടെ വില്ലേജുകളുടെയും അല്ലെങ്കിൽ നമ്മളുടെ സ്മോൾ ടൗൺസിൻ്റെയും എല്ലാം അതിനെ ഇൻഡസ്ട്രിയലൈസേഷൻ കൊണ്ടുവരുന്നതിന് വേണ്ടി, കച്ചവടവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഓവറോൾ ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ട് MSME സെക്ടർ വഹിക്കുന്ന വലിയൊരു റോളുണ്ട്. അപ്പോൾ ഒരു ഇൻഡസ്ട്രി ഒരു വില്ലേജിൽ വരുന്നതോട് കൂടിയിട്ട് അവിടുത്തെ ഓവറോൾ ഡെവലപ്മെൻറ്റ് വർദ്ധിക്കുകയാണ്. അവിടെ ജോലി ലഭിക്കുന്ന കാര്യത്തിലാവട്ടെ, അതല്ലെങ്കിൽ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് ആവട്ടെ. അപ്പോൾ ഇതെല്ലാം ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് MSME വലിയൊരു റോൾ വഹിക്കുന്നുണ്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ലാർജ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. കേരള എക്കോണമിയിൽ MSME സെക്ടർ വലിയ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ്. ടു യൂത്ത് ആൻഡ് സോഷ്യൽ MSME ആർ ജനറലി ലേബർ ആൻഡ് ഇൻറ്റൻസീവ്. MSMEs provide employment to youth and socially disadvantaged groups such as SC, STs and women and physically challenged person. നമ്മൾക്കറിയാം ഏറ്റവും കൂടുതൽ ബാക്ക്വേർഡ് ഇതിൽ താമസിക്കുന്ന പൂർ പീപ്പിൾ താമസിക്കുന്ന വില്ലേജിലും സ്മോൾ ടൗൺസിലാണ് നമ്മുടെ MSME സെക്ടേഴ്സ് വർക്ക് ചെയ്യുന്നത്.
അവിടെയുള്ള ആളുകൾക്ക്, വുമൺസിന്, ഫിസിക്കലി ചാലഞ്ചഡ് ആയിട്ടുള്ള ആളുകൾക്ക്, SC/ST പേഴ്സൺസിന്, ഇവർക്കെല്ലാവർക്കും ജോലി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് MSME സെക്ടർ വലിയ റോള് വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് പ്രൊമോഷൻ ഓഫ് സെൽഫ് എംപ്ലോയ്മെൻറ്റ്. സെൽഫ് എംപ്ലോയ്മെൻറ്റിൻ്റെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് MSME സെക്ടർ വലിയൊരു റോൾ വഹിക്കുന്നതാണ്. നെക്സ്റ്റ് ഇസ് പ്രൊമോഷൻ ഓഫ് എക്സ്പോർട്സ്. അതേപോലെ തന്നെ എക്സ്പോർട്സ് ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നത് MSME സെക്ടറാണ് എന്നുള്ളതാണ്. മെജോറിറ്റി ഓഫ് ദ സ്റ്റേറ്റ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആർ അഗ്രോ ബേസ്ഡ് ആൻഡ് ആർ എൻഗേജ്ഡ് ഇൻ റബ്ബർ, ഫുഡ്, കോയർ ആൻഡ് കാഷ്യൂ പ്രോസസ്സിങ്. നമുക്കറിയാം നമ്മളുടെ കൂടുതലായിട്ടുള്ള സ്റ്റേറ്റിൻ്റെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസും വരുന്നത് അഗ്രോ ബേസ്ഡിലാണ്. ഫുഡ്, അതുപോലെ തന്നെ നമ്മുടെ റബ്ബർ, കോയർ, കാഷ്യൂ ഇതുപോലെയുള്ള ഇതെല്ലാം എക്സ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സം ഓഫ് ദ എക്സ്പോർട്ട് ദയർ പ്രൊഡക്ട്സ് അതിനു വേണ്ടിയിട്ട് MSME സെക്ടർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇസ് പ്രൊട്ടക്ഷൻ ഓഫ് എൻവിയോൺമെൻറ്റ്. Majority of the small scale industry do not pollute the environment. Industrial waste is minimum. നമ്മൾക്കറിയാം വലിയ വലിയ ഇൻഡസ്ട്രീസ് ഒരുപാട് എൻവിയോൺമെൻറ്റ് പൊല്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻവിയോൺമെൻറ്റിന് ഹാംഫുള്ളായിട്ടുള്ള അവരുടെ വേസ്റ്റ് എൻവിയോൺമെൻറ്റിന് ഹാംഫുള്ളായിട്ട് വരാറൊക്കെ ഉണ്ട്. പക്ഷേ ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അവരുടെ വേസ്റ്റ് പുറന്തള്ളുന്നത് വളരെ കുറവായിട്ടാണ്. അതുപോലെ തന്നെ എക്കോളജിക്കലി അവർ എൻവിയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കാറുണ്ട്. അപ്പോൾ പ്രൊട്ടക്ഷൻ ഓഫ് എൻവിയോൺമെൻറ്റിന് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി കമ്പാരിറ്റീവ്ലി അത് കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് ഈസ് യൂട്ടിലൈസേഷൻ ഓഫ് ലോക്കൽ റിസോഴ്സസ്. നമ്മുടെ നാട്ടിലുള്ള ലോക്കൽ റിസോഴ്സസിന് യൂട്ടിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് MSME സെക്ടർ വലിയൊരു റോള് വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് ഈസ് പ്രോബ്ലംസ് ഓഫ് SSIs ആൻഡ് MSMEs ഇൻ കേരള. മീഡിയം ഓർ മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസ് കേരള ഇക്കോണമിയിൽ വഹിക്കുന്ന പ്രോപ്പറായിട്ടുള്ള അല്ലെങ്കിൽ വഹിക്കുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് പോയിന്റ് ഈസ് പ്രൊസീജിയർ ഡിലേസ്. കൂടുതലായിട്ടും കേരളത്തിൽ ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് തുടങ്ങാനും അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനത്തെയും ബാധിക്കുന്ന അത് തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സാണ്. അതുപോലെ തന്നെ അത് പലപ്പോഴും ഓഫീസുകളിൽ ചുവപ്പ് നാടയിൽ കെട്ടിക്കിടങ്ങുന്ന ഒരു രീതി. നെക്സ്റ്റ് ഈസ് ഇൻആഡിക്വേറ്റ് ഫിനാൻസ്. അതിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ഫിനാൻസ് ലഭിക്കുന്നതിനുള്ള തടസ്സം. നെക്സ്റ്റ് ഈസ് ലേബർ പ്രോബ്ലംസ്. നമ്മൾക്കറിയാം കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ദിവസവേതനമുള്ളത്. അപ്പോൾ അവർക്കുള്ള വേതനവും അതുപോലെ തന്നെ തൊഴിലാളികളെ കിട്ടുന്നതിനുള്ള പ്രോബ്ലംസും എല്ലാം. ലോക്കൽ ടാക്സ് ബേർഡൻ, കൂടുതലായിട്ടുള്ള ടാക്സ് ഗവൺമെൻറ് വരുത്തുന്ന കൂടുതലായിട്ടുള്ള ടാക്സ്, പക്ഷേ ഇപ്പോൾ ടാക്സിലെല്ലാം വളരെ കുറവ് വരുത്തിയിട്ടുണ്ട്. ലാക്ക് ഓഫ് ടെക്നിക്കൽ നോ ഹൗ. ടെക്നിക്കൽ ബാക്ക്വേർഡ്നെസ് വലിയൊരു പ്രോബ്ലമാണ് MSME സെക്ടർ കേരള എക്കോണമിയിൽ. അതിൻ്റെ ഒരു വലിയൊരു പ്രോബ്ലമായിട്ട് പറയാവുന്നത് അതിൻ്റെ ടെക്നിക്കൽ ബാക്ക്വേർഡ്നെസ് ആണ്. പ്രോബ്ലംസ് ഇൻ മാർക്കറ്റിംഗ് ചെയ്യാനുള്ള വലിയൊരു പ്രോബ്ലം. അതുപോലെ തന്നെ കറക്ഷൻ, ലാക്ക് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ് ഓർ മാനേജീരിയൽ എക്സ്പീരിയൻസ്. ഇതെല്ലാമാണ് MSME സെക്ടർ വഹിക്കുന്ന വലിയ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് മെഷേഴ്സ് ടേക്കൺ ബൈ ഗവൺമെൻറ് ഓഫ് കേരള. എന്തൊക്കെ മെഷേഴ്സാണ് കേരള ഗവൺമെൻറ് ഇതിനു വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾക്ക് ജസ്റ്റ് പോയിൻറ്റ്സ് ആയിട്ട് പറഞ്ഞു പോവാം. അതായത് MSME സെക്ടറിൻ്റെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടെന്ന് പറഞ്ഞു. ആഡിക്വേറ്റ് ഫിനാൻസ് ലഭിക്കാത്ത പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ ടെക്നിക്കൽ ബാക്ക്വേർഡ്നെസ് ഉണ്ട്. മാർക്കറ്റിങ്ങിനൊരു പ്രശ്നങ്ങളുണ്ട്. ലാബേഴ്സിനെ കിട്ടാത്ത പ്രശ്നങ്ങളുണ്ട്.
ആഡ്വക്കേറ്റ് ആയിട്ടുള്ള പവർ സപ്ലൈ ഇല്ലാത്ത പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ഒരു പ്രോബ്ലംസിനെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട്, നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ പ്രോബ്ലംസിനെ എല്ലാം മറികടക്കുന്നതിന് വേണ്ടിയിട്ട് MSME സെക്ടറിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്, അതിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് കേരള ഗവൺമെൻറ് എടുത്തിട്ടുള്ള മെഷേഴ്സ് എന്തൊക്കെയാണെന്നുള്ള. ഫസ്റ്റ് വൺ ഈസ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് സ്കീം. These schemes intend to promote development of infrastructure in the industrial park, estates, development areas, plots, including roads, power, water and facilities for waste management. നമ്മൾക്കറിയാം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് സ്കീമാണ് ആദ്യമായി അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന്. റോഡ്, അവരുടെ ഇൻഡസ്ട്രിയൽ പാർക്കിലുള്ള ഡെവലപ്മെൻറ്റ്, എസ്റ്റേറ്റ്, പവർ സപ്ലൈ, ഈ കാര്യങ്ങളിലെല്ലാം വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ്, ഇതുപോലെയുള്ള സ്കീമുകളാണ് കേരള ഗവൺമെൻറ്. അപ്പോൾ MSME സെക്ടറിന് അവരുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇൻഡസ്ട്രിയൽ പാർക്കുകൾ അനുവദിക്കുക, അതുപോലെ തന്നെ അവരുടെ എസ്റ്റേറ്റുകളിലും അവർ വർക്ക് ചെയ്യുന്ന ഏരിയകളിലെല്ലാം റോഡ്, അവരുടെ ട്രാൻസ്പോർട്ടേഷൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഇത്രയും സ്കീമുകളാണ് എടുത്തിട്ടുള്ളത്. ഇതിനു വേണ്ടിയിട്ട് ഡ്യൂറിങ് 2015-16 ദ ഫങ്ഷണൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ് ചങ്ങനാശ്ശേരി ആൻഡ് മഞ്ചേരി വേർ അപ്ഗ്രേഡഡ് ആൻഡ് റോഡ് കൺസ്ട്രക്ഷൻ വർക്ക് അതർ ഡെവലപ്മെൻറ്റ്. നമ്മൾക്കറിയാം 2015-16 സ്റ്റേറ്റിലെല്ലാം ഈ ചങ്ങനാശ്ശേരിയിലുള്ള, അതേപോലെ തന്നെ മഞ്ചേരിയിലൊക്കെയുള്ള ഇൻഡസ്ട്രിയൽ പാർക്കിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ അതിന് വേണ്ടിയിട്ടുള്ള റോഡ് കൺസ്ട്രക്ഷൻസ്, ബിൽഡിംഗ് ഡെവലപ്മെൻറ്റ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഈസ് പ്രൊമോഷണൽ ഇവൻറ്റ്സ് ആൻഡ് എക്സിബിഷൻസ്. കേരള ഗവൺമെൻറ്റിൻ്റെ അധീനതയിൽ അല്ലെങ്കിൽ അവർ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് എന്ത് ചെയ്തിരുന്നു, പ്രൊമോഷണൽ ഇവൻറ്റ്സും അതുപോലെ തന്നെ എക്സിബിഷൻസും എല്ലാം നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ്. The Director of Industries and Commerce participated in 27 exhibitions and 5 years expos inside the Kerala with 709 stalls in 2015 and 16. നമ്മൾക്കറിയാം ഈ MSME സെക്ടറിൻ്റെ പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ MSME സെക്ടറിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2015-16 27ഓളം എക്സിബിഷൻസും അതേപോലെ തന്നെ ഫെയേഴ്സും കൊമേഴ്സ്, അതായത് ഇതുപോലെയുള്ള പ്രോഗ്രാംസൊക്കെ നടത്തിയിരുന്നു. 709 സ്റ്റാളുകളായിട്ടായിരുന്നു അന്ന് നമ്മൾ പ്രോഗ്രാംസ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ പ്രോഗ്രാമിൽ നിന്ന് നമ്മൾക്ക് 1220 crores ഓഫ് റുപ്പീസ് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളതാണ്. നെക്സ്റ്റ് ഈസ് പ്രൊമോട്ടിങ് സ്കിൽ ഡെവലപ്മെൻറ്റ്. MSME സെക്ടറിൽ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, സ്റ്റാഫിൻ്റെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് വൊക്കേഷണൽ ആൻഡ് കണ്ടിന്യൂസ് ദ ജോബ് ട്രെയിനിങ് എൻഷുർ കൺസേൺ അപ്ഗ്രേഡിങ് ഓഫ് വർക്ക് സ്കിൽസ്. അവരുടെ വർക്ക് സ്കിൽസ് വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടെല്ലാം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഗവൺമെൻറ് അവരുടെ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് ഈസ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അവരുടെ സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഉണ്ടാക്കിക്കൊണ്ട് അവരുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്, കേരള ഗവൺമെൻറ് സ്റ്റെപ്പുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇൻ കേരള ദ ടോട്ടൽ നമ്പർ ഓഫ് വർക്കിംഗ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആസ് ഓൺ March 31, 2000 against 400 against 405 in the previous year, an increase in 0.74% over previous year. Okay, next is മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകൾ ഉണ്ടാക്കുക, അതുപോലെ തന്നെ പ്രൊവൈഡ് ബാങ്ക് ക്രെഡിറ്റ് ടു MSME സെക്ടർ. നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആഡിക്വേറ്റ് ഫിനാൻസ് ഇല്ലാത്ത പ്രശ്നം. അതിന്